ഹലോ, വെൽക്കം ടു മുത്തുമണി വ്ളോഗ്സ്. ഇന്ന് തൃക്കാർത്തികയാണ് കേട്ടോ. എല്ലാവരും തൃക്കാർത്തിക ആഘോഷിക്കാൻ തയ്യാറായിരിക്കുമല്ലേ? ഞാനൊരു ചെറിയ പുഴുക്കൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിലാണ് കേട്ടോ. എനിക്ക് കുറച്ച് ചീനിയും ചേമ്പും കാച്ചിലും ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ നിന്നല്ല അമ്മ വന്നപ്പോൾ അമ്മ കൊണ്ടുവന്ന് തന്നതാണ്. ചേമ്പൊക്കെ ചെറിയ രീതിയിലൊക്കെ കേടായതായതുകൊണ്ട് ഞാൻ എല്ലാം ഒന്ന് എടുത്ത് നോക്കുവാണ് കേട്ടോ. കാരണം ചേമ്പ് ഇനി ചെത്താനേ പറ്റത്തുള്ളൂ വരയ്ക്കും. എന്തായാലും ഞാൻ പേപ്പറും കത്തിയൊക്കെ എടുത്തുകൊണ്ട് വന്നു. പേപ്പർ എന്തിനാന്ന് വെച്ചാൽ ഈ ചീനിയുടെ വേസ്റ്റ് നമുക്ക് അതില്ലാത്ത ഇടാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പേപ്പർ എടുത്തുകൊണ്ട് വന്നത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അമ്മാമ്മയുണ്ടല്ലോ, ഈ ചീനിയൊക്കെ ഇങ്ങനെ ഞുറുക്കി തന്നിട്ട് ഞങ്ങളെ ഇരുത്തിയിട്ട്, ഞാനും കൊച്ചുമക്കളെ എല്ലാവരെയും കൊണ്ട് ഇരുത്തിയിട്ട് ഈ ചീനിയുടെയും പിന്നെ നമ്മളുടെ ചക്കുരുവിൻ്റെയൊക്കെ തൊലി ഉണ്ടല്ലോ, പാട ഇരിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തൊലിച്ച് വെച്ച് തരും കേട്ടോ. അത് ഞങ്ങളിങ്ങനെ തൊലിച്ച് വൃത്തിയാക്കി കൊടുക്കുന്നതൊക്കെ കാണാൻ എന്ത് രസമായിരുന്നു. ശരിക്കും ആ കാലമൊന്നും നമുക്കൊന്നും ഒരിക്കലും തിരിച്ചു കിട്ടില്ലല്ലോ കേട്ടോ. അമ്മാമ്മയൊക്കെ മരിച്ചിട്ട് ഇപ്പം കുറേ വർഷമായി. എന്തായാലും ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ ഇതെല്ലാം ചെയ്യുന്നത്. എനിക്കിവിടെ കൊട്ടേഷൻ വിടാൻ എൻ്റെ അല്ലുക്കുട്ടനുണ്ട് കേട്ടോ. അല്ലുക്കുട്ടൻ ഇവിടെ അടുത്തിരുന്നിട്ട് നന്നായിട്ട് കൊട്ടേഷൻ വിടുവാണേ. നേരത്തെ അമ്മയൊക്കെ ആയിരുന്നു കേട്ടോ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളെ കൊച്ചിലേക്ക് അമ്മയൊക്കെ അല്ലായിരുന്നു ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളത് കഴിക്കാൻ മാത്രമായിരുന്നു ചെയ്യുന്നത്. ഇപ്പം നമ്മളാണല്ലോ ഇതെല്ലാം ചെയ്യേണ്ടി വരുന്നത്. അത് തന്നെ നല്ല കാര്യമല്ലേ. ഓരോ സമയം ചെല്ലുമ്പോൾ എല്ലാവരും എല്ലാം പഠിക്കും അല്ലേ. എന്തായാലും ഞാനും പഠിച്ചു കേട്ടോ ഇതെല്ലാം. നേരത്തെ എനിക്ക് ഈ സാധനമൊന്നും ഇഷ്ടമല്ലായിരുന്നു. ആകെ കഴിക്കുന്നത് ചേമ്പ് മാത്രമായിരുന്നു കേട്ടോ. ചേന, കാച്ചിൽ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും കഴിക്കില്ലായിരുന്നു. ഇവിടെ ഏട്ടനാണെങ്കിൽ നേരെ തിരിച്ചാട്ടോ. പുള്ളിക്കാരന് ഈ ഐറ്റംസാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. വീട്ടിൽ നിന്ന് വരുമ്പോൾ നനകിഴങ്ങും പിന്നെ ശീവക്കിഴങ്ങ് അങ്ങനെയുള്ള സാധനങ്ങൾ, നനകിഴങ്ങ്, ചെറുപുള്ളിക്കിഴങ്ങ്, മുക്കിഴങ്ങ് അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുവരും കേട്ടോ. ഇതിങ്ങനെ അറുക്കുമ്പോഴുണ്ടല്ലോ ഇതിൻ്റെ ഒരു കൊഴുപ്പ് കയ്യിൽ പറ്റും. എനിക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷനാണ്. അതുകൊണ്ട് ഇതൊന്നും ഞാൻ ഉപയോഗിക്കത്തില്ല കേട്ടോ. ഏട്ടൻ്റെ അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അമ്മയായിരുന്നു കേട്ടോ എനിക്കെല്ലാം ഇങ്ങനെ തൊലിച്ച് വൃത്തിയാക്കി തരിക. ഞാൻ എന്തായാലും ചേമ്പ് എടുത്തിട്ടുണ്ട്. ചേമ്പിനകത്ത് നിറയെ കേടായതുകൊണ്ട് ചിരണ്ടി കളയുകയല്ല കേട്ടോ, തൊലിച്ചെടുക്കുക, അതായത് ചെത്തി എടുക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും കേടുണ്ടായിരുന്നു, ഉള്ളിലോട്ടെല്ലാം നല്ല രീതിയിൽ കേടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെത്തി എടുക്കുന്നത്. പിന്നെ നേരത്തെയൊക്കെ വീട്ടിൽ നിന്നും ഇവിടെ നിന്നൊക്കെ തന്നെയായിരുന്നു നമുക്ക് ചേമ്പൊക്കെ കിട്ടിയിരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, പന്നി ശല്യം വളരെയധികം കൂടുതൽ നമ്മളിവിടെ. അതുകൊണ്ട് കൃഷിയൊന്നും നല്ല രീതിയിലല്ല നടക്കുന്നത് കേട്ടോ. എന്തായാലും ഇതെല്ലാം ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇത് നോക്കി നല്ല രീതിയിൽ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കാച്ചിലും ചേമ്പും കൂടെ വേറൊരു പാത്രത്തിലാണ് കേട്ടോ. എന്തായാലും ചീനി വേറെ, കാച്ചിൽ വേറെ ആയിട്ടാണ് ഞാൻ വെച്ചേക്കുന്നത്. ചീനിയാണ് ആദ്യം വേവിക്കാൻ പോകുന്നത്. ഇതെല്ലാം റെഡിയാക്കി വെച്ചു. ഇനി എനിക്കൊരു കലത്തിലേക്ക് ഇത് മാറ്റി അടുപ്പിലോട്ട് വെക്കണം കേട്ടോ. അതാണ്ട് ചീനി, ചേമ്പ് ആ രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. അത് ചെറിയ രീതിയിലും വലിയ രീതിയിലായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. പുറത്ത് നല്ല മഴയാണ് കേട്ടോ. ഈ മഴയത്ത് പോയിട്ട് വേണം എനിക്ക് നല്ല എന്താ പറയുക, കാന്താരി മുളക് പൊട്ടിച്ചുകൊണ്ട് വരാം. കാന്താരി മുളകും ഇല്ലാതെ ഒരു പുഴുക്കിനകത്ത് ഒരു സംഭവം ഇല്ലല്ലോ. ഈ മഴയത്ത് നല്ല കാന്താരി മുളക് ഉടച്ചതും കുറച്ച് പുഴുക്കും ഒരു കട്ടൻ ചായയും, എന്താ ഒരു നൊസ്റ്റാൾജിയ ഫീലല്ലേ. അല്ലുക്കുട്ടൻ വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട് കേട്ടോ. കാർത്തിക വിളക്ക് ഒരുക്കിയിട്ടുണ്ടായിരുന്നു അവൻ. എന്തായാലും പപ്പയെടുത്ത് വിളിച്ച് നേരത്തെ പറഞ്ഞു കാർത്തിക വിളക്ക് കുറവാണ്, പപ്പയെ എനിക്ക് കുറച്ച് മെഴുകുതിരി വാങ്ങിക്കൊണ്ട് വരണേന്ന് പറഞ്ഞു. അങ്ങനെ ആശാൻ പോയി ഹയാനെയും കൂട്ടി, ഹയാൻ നമ്മളെ മേലത്തെ കുട്ടിയാണ് കേട്ടോ, ഹയാനെയും കൂട്ടിക്കൊണ്ടുവന്ന് കാർത്തിക വിളക്കും നമ്മളുടെ മെഴുകുതിരിയും കത്തിച്ചു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു പ്രകാശപൂരിതമാണ് ഇപ്പം നമ്മളുടെ സീറ്റോട്ട് കാണാനേ. അത്ര ഭംഗിയാണ്. നാളെ ഇതല്ല കേട്ടോ ടാസ്ക്. ഈ മെഴുകുതിരി ഉരുക്കി വീഴുമ്പോഴുണ്ടല്ലോ ഇതെല്ലാം പറ്റിപ്പിടിച്ചെടുക്കും. ഇത് ചുരണ്ടി ഇളക്കുക എന്നുള്ളത് ഒരു വല്ലാത്ത ടാസ്ക് ആയിരിക്കും കേട്ടോ. ബാക്കിയെല്ലാം എന്തായാലും നമുക്ക് എടുത്തു മാറ്റി വൃത്തിയാക്കി വീണ്ടും കത്തിക്കാൻ വേണ്ടി വെക്കാം. പക്ഷെ മെഴുകുതിരി ഉരുക്കി തീർന്ന് അങ്ങനെ പറ്റില്ലല്ലോ. എന്തായാലും ഹയാനും അല്ലും കൂടെ വിളക്കെല്ലാം കത്തിച്ചു വളരെ മനോഹരമാക്കി. എൻ്റെ അവനിക്കുട്ടി അവിടെ നിന്ന് ഇതെല്ലാം കാണുന്നുണ്ട് കേട്ടോ. അവനിക്കുട്ടിക്ക് തീ കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എല്ലാവരും അവിടെ പിടിച്ചെടുത്തിരിക്കുക. എന്നിട്ട് ഞാൻ മുളക് ഉടയ്ക്കാൻ പോവുകയാണേ. മുളക് ഉടയ്ക്കാൻ വേണ്ടി കാന്താരി മുളകും കുറച്ച് പുളിയും ഉപ്പും 2 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഞാൻ സവാളയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്, ചെറിയ ഉള്ളിയല്ലേ. ഇതെല്ലാം കൂടെ നമുക്ക് ഇനി മിക്സിയിലേക്ക് ഇടാം കേട്ടോ. ഞാൻ അങ്ങനെ മിക്സിയിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്യണം കേട്ടോ. നേരത്തെ കൊച്ചുള്ളിയായിരുന്നേ ഉപയോഗിക്കുന്നത്. അപ്പോൾ കൊച്ചുള്ളി ഉപയോഗിക്കുമ്പോഴത്തേക്കും നല്ല ക്രഷ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരു ചെറിയ കയർപ്പുണ്ടാക്കും. അന്ന് പുളി ഇടത്തില്ലായിരുന്നേ, കയർപ്പൊക്കെ ഉണ്ടെന്നുകൊണ്ട് ഞാനിപ്പോൾ അതുമല്ല സവാളയാണ് കേട്ടോ എല്ലാവർക്കും, ഏട്ടനൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടം സവാളയാണ് കേട്ടോ. സവാളയും ഈ പുളിയൊക്കെ ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ്. അപ്പോൾ ഞാനിത് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഈ പാത്രത്തിലേക്ക് പകർന്ന് വെക്കാം കേട്ടോ. എന്തായാലും ഇതിനകത്തെ നമ്മളെ കാന്താരി മുളകായതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര എരിവ് കൂടുതലായിരിക്കും. ഇതിൻ്റെ ഇടയ്ക്കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. അപ്പോൾ നല്ല എരിവുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് എന്തായാലും ഇതിനകത്ത് ഇനി ഇച്ചിരി കുറച്ച് വെളിച്ചെണ്ണയും കൂടെ താളിക്കണം. അപ്പോഴീ കുട്ടികളൊക്കെ കഴിക്കുന്നത് കൊണ്ട് ആ വെളിച്ചെണ്ണയുടെ ഒരു ഇതും കൂടെ ചെല്ലുമ്പോഴത്തേക്കും ആ എരിവ് കുറച്ചുകൂടി അങ്ങ് മങ്ങും കേട്ടോ. ഞാനപ്പോഴത്തേക്കും വെളിച്ചെണ്ണ എടുത്തുകൊണ്ടൊന്ന് ഒഴിക്കുകയാണേ. ഇനി ഇതാണ്ട് വെളിച്ചെണ്ണ കൂടിപ്പോയോ എന്നെനിക്കൊരു സംശയമുണ്ട്. കാരണം
വെളിച്ചെണ്ണ ഒഴിക്കുന്ന രീതി അങ്ങനെയുള്ളതായിരുന്നു. പെട്ടെന്ന് അങ്ങ് ഒഴിച്ചു പോയി. എന്തായാലും അത് ഞാൻ ഒന്നാലും ഇളക്കി നോക്കിയപ്പം കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല രീതിയിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. ഇനി കട്ടൻ ചായ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. കട്ടൻ ചായയും കൂടി എടുത്ത് പിന്നെ നമ്മളുടെ കട്ടൻ ചായ ഞാൻ ഒഴിക്കാൻ പോവുകയാണേ. നല്ല രസമല്ലേ ഇതിങ്ങനെ പറഞ്ഞു വരുന്ന കാണാൻ. ചൂട് കട്ടൻ ചായയും നല്ല മുളകൊടിച്ചതും നല്ല പൊടിക്കും. സൂപ്പർ കേട്ടോ. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇങ്ങനെ ആയി കാണുമല്ലേ. എന്തായാലും ഇത്രയേ ഉള്ളൂ. പണ്ടൊക്കെ അരിയോരാന്ന് വിളിച്ച് കൊണ്ടുവയ്ക്കുമായിരുന്നു. എൻ്റെ ഇത് കണ്ടോ. എല്ലാവരും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൻ ചെയ്യണം കേട്ടോ, മറക്കല്ലേ. ടാറ്റാ, സീ യു, ബൈ.